ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിലെ 36-ാമത്തെ ശ്ലോകമാണ് കാണാൻ പോകുന്നത്. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ 327-ാമത്തെ നാമം മുതൽ 335-ാമത്തെ നാമമാണ് വിവരിക്കുന്നത്. സ്കന്ദ സ്കന്ദധരോ ദുര്യോ വരദോ വായുവാഹനഃ വാസുദേവോ ബൃഹദ്ഭാനുരാദിദേവ പുരന്ദരഃ. ഈ ശ്ലോകത്തിലെ നാമങ്ങൾ സ്കന്ദ, സ്കന്ദധര, ദുര്യ, വരദ, വായുവാഹന, വാസുദേവ, ബൃഹദ്ഭാനു, ആദിദേവ, പുരന്ദര എന്നിങ്ങനെ 9 നാമങ്ങളാണ്. ഇതിൽ ആദ്യത്തെ നാമം സ്കന്ദ. സ്കന്ദ എന്നാൽ ഭഗവാൻ സുബ്രഹ്മണ്യന്റെ ഒരു നാമമാണ്. അപ്പോൾ ഭഗവാൻ വിഷ്ണു പല 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 ശക്തികൾ കൊണ്ട് ഈശ്വരന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ പുരാണങ്ങളിൽ പറയുന്ന ആ ഒരു വലിയ ധർമ്മത്തിന്റെ, ആ സൈന്യത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ സൈന്യത്തെ നയിക്കുന്ന നായകനാണ് നമ്മുടെ സുബ്രഹ്മണ്യ ഭഗവാൻ. അപ്പോൾ ഭഗവാൻ ആ ശിവഭഗവാന്റെയും പാർവതിയുടെയും പുത്രനായ സുബ്രഹ്മണ്യന്റെ രൂപത്തിലും അങ്ങനെ സൈന്യത്തെ നയിക്കുന്നു. അങ്ങനെ എപ്പോഴൊക്കെ ധർമ്മം പരിപാലിക്കണമോ ആ ധർമ്മത്തിന്റെ സൈന്യത്തെ നയിച്ചുകൊണ്ട് സുബ്രഹ്മണ്യൻ ഇറങ്ങുന്നു. ആ സുബ്രഹ്മണ്യൻ സാക്ഷാൽ വിഷ്ണു തന്നെയാണ്. അതിനാലാണ് ഭഗവാന് സ്കന്ദ എന്ന നാമധേയം. അടുത്ത നാമം സ്കന്ദധര. അതായത് ആരൊക്കെയാണോ ധർമ്മത്തെ പരിപാലിച്ച് നിലനിർത്തുന്നത് അവരെ സ്കന്ദധര എന്ന് പറയുന്നു. അതായത് സുബ്രഹ്മണ്യ ഭഗവാന്റെ ആ ഒരു ശക്തിയെ ശരിക്കും നയിച്ചു കൊണ്ടിരിക്കുന്നത് അച്ഛനായ ശിവഭഗവാനാണ്. അപ്പോൾ ഭഗവാൻ വിഷ്ണു തന്നെയാണ് പരമേശ്വരന്റെ രൂപത്തിലും ഉള്ളത്. അതിനാൽ ഭഗവാന് സ്കന്ദധര എന്ന നാമധേയം. എങ്ങനെയാണോ സ്കന്ദനെ ഒരു മകനായി സൃഷ്ടിച്ച് ആ ശിവഭഗവാൻ സ്കന്ദനെ നയിച്ച് നല്ല നേർവഴിക്ക് കൊണ്ടുവന്നത്, ആ ശിവന്റെ ഒരു ഭഗവാന്റെ ഒരു സൃഷ്ടി തന്നെയാണ് ശിവഭഗവാനും. അതിനാൽ ഭഗവാന് സ്കന്ദധര എന്ന നാമധേയം. അടുത്ത നാമധേയം ധുര്യ എന്നാണ്. ധുര്യ എന്നാൽ ആരാണോ ഭഗവാനെ അങ്ങനെ എടുത്ത് സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഗരുഡനായിട്ട് വരുന്ന ആ ഒരു പക്ഷികളിലും വലിയവനായ ആ ഒരു ഗരുഡൻ തന്നെയാണ് ഭഗവാന്റെ ഒരു അംശമായി നിൽക്കുന്ന ആ ഗരുഡൻ തന്നെയാണ് ഭഗവാൻ. അതിനാൽ ഭഗവാൻ ധുര്യ എന്ന നാമധേയം. അതായത് പരിപാലനത്തിനായാലും അതുപോലെ തന്നെ സൃഷ്ടിക്കായാലും അതുപോലെ തന്നെ യുഗാവസാനത്തിലുള്ള വിനാശത്തിനായാലും ഭഗവാൻ എങ്ങനെയൊക്കെയാണോ ഓരോ കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്യുന്നത്, അത് എല്ലാ പ്രവൃത്തിയും കൊണ്ട് നടക്കുന്ന ആ ഭഗവാൻ ശ്രീനാരായണന് ധുര്യ എന്ന നാമധേയം. അടുത്ത നാമം വരദ എന്നാണ്. അതായത് പരമഭക്തന്മാർക്ക് അവരെ അനുഗ്രഹിച്ച് അവരുടെ എന്തൊക്കെ ആഗ്രഹങ്ങളാണോ അത് സാധിച്ചു കൊടുക്കുകയും അവർക്ക് വരങ്ങൾ കൊടുക്കുകയും അവർക്ക് വിരക്തി എന്ന ഒരു അനുഗ്രഹം കൊടുക്കുകയും അതിനു ശേഷം അവർക്ക് എന്തൊക്കെയാണോ പ്രവർത്തിക്കുവാൻ വേണ്ടി അവർ ഈ ഭൂമിയിൽ ജന്മം എടുത്തിട്ടുള്ളതോ ആ ഒരു കാര്യത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ഭഗവാന് വരദ എന്ന നാമധേയം. അടുത്ത നാമധേയം വായുവാഹന. അതായത് എങ്ങനെയാണോ വായു, അതായത് നമ്മുടെ കാറ്റ്, അനിലൻ, ആ ഒരു കാറ്റിനെ നിയന്ത്രിക്കുന്നത്. അതായത് ഒട്ടും ഒരുപാടങ്ങ് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെതായ നേരായ രീതിയിൽ അതിനെ നിയന്ത്രിക്കുകയും അതിനെ ഏതൊരു ദിശയിലാണ് കൊണ്ടുപോകേണ്ടതും എന്ന് നിശ്ചയിച്ചു കൊണ്ട് ആ ഒരു കാറ്റിന്റെ വേഗത്തെയും നിയന്ത്രിക്കുന്ന ഭഗവാന് വായുവാഹന എന്ന നാമധേയം. അത് മാത്രമല്ല, നമുക്ക് സപ്തമാരുത എന്ന് 7 തരത്തിലുള്ള വായു ആണ് ഉള്ളത്. ആ 7 തരത്തിലുള്ള വായുക്കളെ സപ്തമാരുത എന്ന് പറയുന്നു. അവരെയൊക്കെ നിയന്ത്രിക്കുന്നതും സാക്ഷാൽ ഭഗവാൻ വിഷ്ണു തന്നെയാണ്. അത് മാത്രവുമല്ല, ആ
ഒരു കാറ്റിൻ്റെയൊക്കെ ഒരു ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രപഞ്ചത്തിൽ ജീവൻ എന്ന ഒരു വലിയ സത്യം ഉണ്ടാവുകയുള്ളൂ. ആ ഒരു കാറ്റ് നമ്മുടെയൊക്കെ ശ്വാസമായി നിൽക്കുന്നിടത്തോളം മാത്രമേ ഈ ജീവാത്മാവ് കൊണ്ട് പ്രയോജനമുള്ളൂ. അങ്ങനെ വായുവാഹന എന്നാൽ ഒരു പ്രാണനെ കൊടുക്കുവാനുള്ള ശക്തിയെയാണ് പറയുന്നത്. അതിനാലാണ് ഭഗവാന് വായുവാഹന എന്ന നാമധേയം. അടുത്ത നാമധേയം വാസുദേവ എന്നാണ്. അതായത് ഭഗവാൻ വാസുവുമാണ് ദേവയുമാണ്. അതായത് വാസു എന്ന് പറഞ്ഞാൽ ഈ ജീവാത്മാവിനെ വാസു എന്ന് പറയുന്നു. അതുപോലെ ദേവ എന്ന് പറയുന്ന ജീവാത്മാവിനെ പ്രവർത്തിപ്പിക്കാൻ അല്ലെങ്കിൽ ജീവിപ്പിക്കുവാൻ എന്താണോ ആവശ്യം അതിനെ ദേവ എന്ന് പറയുന്നു. അതായത് ഒരു ശരീരം അത് പൂർണ്ണമായി ഇവിടെ സൃഷ്ടിക്കപ്പെടുമ്പോൾ വാസുവും ശരി ദേവയും ശരി രണ്ടും ഒരുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ശരീരം കൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ ഒരു സൃഷ്ടി ജന്മം എടുക്കുമ്പോൾ വാസുവും ദേവയും ഭഗവാൻ അങ്ങനെ ലയിച്ച് കിടക്കുന്ന ആ ഒരു പരമാത്മാവായി ആ ജീവാത്മാവിനകത്ത് ജ്വലിച്ച് കിടക്കുന്നതിനാൽ ഭഗവാന് വാസുദേവ എന്ന നാമധേയം. അത് മാത്രമല്ല, നമ്മൾ ഭഗവാൻ ഒരു അവതാരം എടുത്തിട്ടുണ്ട്, കൃഷ്ണ ഭഗവാൻ എന്ന അവതാരം. ആ അവതാരത്തിൽ ഭഗവാന്റെ അച്ഛനായി വരുന്ന ആ ഒരു പിതാവിന് ശ്രീ വസുദേവ എന്ന നാമധേയം. അതായത് കംസന്റെ ആ ജയിൽവാസ സമയത്ത് ആ ഒരു വൃന്ദാവനത്തിലെ ആ ഒരു നീലമയനായ ആ ഒരു കൃഷ്ണൻ, അപ്പോൾ ഭഗവാന് വാസുദേവ എന്ന നാമം എങ്ങനെ വന്നു എന്നാൽ വസുദേവന്റെ പുത്രൻ ആരാണോ ആ ഒരു പുത്രന് വാസുദേവ എന്ന നാമധേയം. അത് മാത്രവുമല്ല, ഭഗവാൻ സ്വന്തം മായയാലാണ് ആ സമയത്ത് ഈ വസു എന്നാൽ ഈ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിയും നടത്തുന്നത്. അപ്പോൾ ആ സൃഷ്ടിയൊക്കെ ചെയ്തതിന് ശേഷം ദേവ എന്നാൽ ഒരു കളി പോലെ, ഒരു കാര്യത്തെ നേടുമ്പോൾ അതിനുള്ള ഒരു ഇഷ്ടം പോലെ. അതുമാത്രമല്ല, ആ ഒരു സൃഷ്ടി കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്ത് നേടണമെന്നോ അതിനെ നേടിപ്പിച്ചുകൊണ്ട്, അതിനെ ആട്ടി മറിച്ചുകൊണ്ട് നീങ്ങി ഓരോരോ കാര്യങ്ങളും ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാരാണോ അവരെ ദേവ എന്ന് പറയുന്നു. അത് മാത്രമല്ല, ഉദ്യോഗ പർവത്തിൽ അതായത് മഹാഭാരതത്തിൽ ഭഗവാൻ പറയുന്നു, ഞാൻ സൂര്യന്റെ ഓരോ കിരണങ്ങളാണ്, അതുപോലെ തന്നെ ഞാൻ ദേവ, ഓരോ മനുഷ്യരിലും ഞാൻ ദേവയാണ്. അതായത് ഞാൻ വാസുദേവയാണ്, ഓരോരോ സൃഷ്ടിയിലും ഞാൻ നിലനിൽക്കുന്നു. അതുപോലെ തന്നെയാണ് പുരാണത്തിലും, വിഷ്ണു പുരാണത്തിലും പറയുന്നു, ഞാൻ എല്ലായിടത്തും ഉണ്ട്, ഞാൻ ഓരോ വസുക്കളിലും ഉണ്ട്, അതിനാൽ എൻ്റെ പേര് വാസുദേവ. അതിനാൽ ഭഗവാൻ എപ്പോഴും എവിടെയും ജ്വലിച്ചു നിൽക്കുന്നു. അടുത്ത നാമധേയം ബൃഹത് ഭാനു എന്നാണ്. ബൃഹത് എന്ന് പറയുമ്പോൾ ഈ സൂര്യനായാലും ചന്ദ്രനായാലും അവരുടെ രശ്മികൾ ഈ പ്രപഞ്ചത്തിൽ ആഞ്ഞടിക്കുന്നു ഒരുപോലെ. അതിനാൽ ആ അളവറ്റ രശ്മികൾ ആരാണോ വെച്ചിട്ടുള്ളത് അവരെ ബൃഹത് ഭാനു എന്ന് പറയുന്നു. അപ്പോൾ മഹാഭാരതത്തിൽ പറയുന്നു, ഞാൻ ഒരു സൂര്യന്റെ ആ മഹത്തായ രശ്മികൾ പോലെ, ഒരു ചന്ദ്രന്റെ ആ മൃദുലമായ രശ്മികൾ പോലെ ഈ പ്രപഞ്ചത്തെ മുഴുവനും ഞാൻ വെളിച്ചത്തിലാക്കുന്നത് പോലെ ഞാൻ ആ എല്ലാ രശ്മികളുടെയും ഉടമയാണ്. അതിനാൽ ഭഗവാന് ബൃഹത് ഭാനു എന്ന നാമധേയം. അടുത്ത നാമധേയം ആദിദേവ. ആദി എന്നാൽ പുരാണമായിട്ടുള്ള ഏതിനെയും ആദി എന്ന് പറയുന്നു. ദേവ എന്നാൽ ആ ഒരു ഈശ്വര ചൈതന്യത്തെ പറയുന്നു. അപ്പോൾ ആദിദേവ എന്നാൽ ആദ്യത്തെ കാരണവും ആദ്യത്തെ ഭഗവാനും ആദ്യത്തെ കാരണഭൂതനുമായ ഭഗവാന് ആദിദേവ എന്ന നാമധേയം. അടുത്ത നാമധേയം, അതായത് ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമധേയമാണ് പുരന്ദര. പുരന്ദര എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലവും ഭഗവാൻ സൃഷ്ടിക്കുന്നു. എന്നാൽ ഈ ഓരോ യുഗത്തിന്റെ അവസാന സമയത്ത് ആ സൃഷ്ടിച്ച ഓരോ സ്ഥലത്തെയും നശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സ്ഥലത്തെ നമ്മൾ, പ്രപഞ്ചത്തിലെ സ്ഥലത്തെ നമ്മൾ സൃഷ്ടിക്കുമ്പോൾ എന്തൊക്കെ അനുഭവങ്ങൾ അതിലൂടെ പോകുന്നുവോ ആ 3 സ്ഥാനങ്ങളെയും ഭഗവാൻ ഓരോരോ ജീവിത
ജീവിതത്തിലെ അനുഭവമായി ഓരോ ദിവസവും ഒരു സൃഷ്ടി കടന്നു പോകുന്നു. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നീ കാലഘട്ടത്തിൽ കടന്നു പോകുന്നത് പോലെ ഓരോരോ സൃഷ്ടിയും പരിപാലനവും സംഹാരവും അതേ രീതിയിൽ ഓരോ യുഗത്തിലും ഭഗവാൻ നടത്തുന്നു. അങ്ങനെ വിനാശത്തെ സംഭവിക്കുമ്പോൾ ആ സൃഷ്ടിക്ക് എന്തുമാത്രം പ്രാധാന്യം കൊടുത്തുവോ അതുപോലെ തന്നെ തന്നിൽ ആ നശിപ്പിച്ച എല്ലാ തരം സൃഷ്ടിയെയും ലയിപ്പിക്കുന്നു. അത് തന്നെയാണ് ശിവപുരാണത്തിലും പറയുന്നു. ഭഗവാൻ ശിവന്റെ രൂപത്തിലാണ് ഓരോ വിനാശത്തെയും സംഭവിപ്പിക്കുന്നത്. അപ്പോൾ ശിവപുരാണത്തിൽ മഹേശ്വര എന്ന ആ ഒരു വലിയ രൂപത്തിലാണ് ഈ മൂന്ന് സ്ഥലത്തെയും നമ്മൾ വിനാശത്തിലേക്ക് എത്തിക്കുന്നത്. അതിനാലാണ് ഭഗവാന് ആ പുരന്തര എന്ന നാമധേയം. ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ സ്കന്ദ, സ്കന്ദധര, ദുര്യ, വരദ, വായുവാഹന, വാസുദേവ, ബൃഹദ്ഭാനു, ആദിദേവ, പുരന്തര എന്നീ 9 നാമങ്ങളാണ്. സ്കന്ദ സ്കന്ദധരോ ദുര്യോ വരദോ വായുവാഹനക, വാസുദേവോ ബൃഹദ്ഭാനുരാദിദേവ പുരന്തരക. താങ്ക് യു. ഓം നമോ ഭഗവതേ വാസുദേവായ.